ക്യാരറ്റ് കൊണ്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്. ഓവനൊന്നുമില്ലാതെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് പഞ്ചസാര, 3 മുട്ട ഇതും കൂടെ ചേർത്ത് നന്നായി അടിച്ച് ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. അതേ ജാറിൽ തന്നെ 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, 1/4 കപ്പ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അതും കൂടി ഒഴിച്ച് നന്നായി അരച്ച് മുട്ട മിക്സിലേക്ക് അരിപ്പയിൽ കൂടി ഒഴിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വിസ്ക് കൊണ്ട് നന്നായി ഇളക്കുക. ഇനി ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുക. കൂടെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കി കുറേശ്ശെയായി മുട്ട മിക്സിലേക്ക് ഇടുക. കട്ട പിടിക്കാതെ നോക്കണം. ഇനി നന്നായിട്ട് ഇളക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കഴിയുമ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കണം. അതിനു മുമ്പായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിലെ ഓയിൽ പുരട്ടുക. അതിനുശേഷം ഈ ബാറ്റർ അതിൻ്റെ കുഴിയുടെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. മുകളിൽ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പലഹാരം തയ്യാറായി. കുട്ടികളും മുതിർന്നവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സോഫ്റ്റും ടേസ്റ്റിയുമായ പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.